ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഞാൻ വേറൊരു ക്രിസ്മസ് ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് കൂടെ. അപ്പം ആർട്ട് ഓഫ് ബ്ലൂം എന്ന് പറയുന്ന ഒരു ഷോപ്പിലാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. അപ്പം അതൊന്ന് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ വീഡിയോ ആണ്, നമുക്ക് നോക്കിയാലോ. വാ. കഴിഞ്ഞ വർഷവും ഞാൻ ഈ ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് അത്യാവശ്യം വീടിന് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല ക്രിസ്മസിൻ്റെ സാധനങ്ങളെല്ലാം കിട്ടുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. ഈ ഷോപ്പ് MG റോഡിലാണ് ഉള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് വരാനും കണ്ടുപിടിക്കാനും ഒക്കെ എളുപ്പമാണ്. നിങ്ങൾ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ആർട്ട് ഓഫ് ബ്ലൂംസ് എന്നാണ് ഇതിൻ്റെ ഈ ഷോപ്പിൻ്റെ പേര് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇവിടെ വരാനും ഇത് നോക്കാനും ഒക്കെ എളുപ്പമായിരിക്കും. പിന്നെ ഈ പ്രാവശ്യം ഞാൻ കണ്ട ഒരു തീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ കുറച്ചധികം ഷോപ്പുകളിൽ പോയപ്പം എല്ലായിടത്തും ഒരുവിധം കണ്ട തീമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നോ ബേസ്ഡ് ആയിട്ടുള്ള തീമാണ് കൂടുതലും കണ്ടിട്ടുണ്ടായിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന കുട്ടികളാണെങ്കിലും പറഞ്ഞത് ഈ പ്രാവശ്യം കൂടുതൽ ഷോപ്പിലോട്ട് വന്നിട്ടുണ്ടായിരുന്ന തീമും സ്നോ ബേസ് ചെയ്തിട്ടുള്ള തീമുകളാണ് കൂടുതലും വന്നിട്ടുണ്ടായിരുന്നതെന്ന്. ഈ ട്രീകൾ നല്ല രസമുണ്ടായിരുന്നു ആ ഷോപ്പിലുണ്ടായിരുന്നത് കാണാനായിട്ട്. നമുക്ക് പുറത്തൊക്കെ കാണുന്ന പോലത്തെ ട്രീകളായിരുന്നു അത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഷോപ്പ് മൊത്തത്തിൽ. അവർ ക്രിസ്മസിൻ്റെ സമയത്ത് ഇങ്ങനെയുള്ള ഷോപ്പുകൾ പോയി കാണാൻ തന്നെ നല്ല രസമാണ്. അവർ നന്നായി അടുക്കി നല്ല ഭംഗിയാക്കി നല്ല റെഡ് കളറിലൊക്കെ നല്ല തീമിലിങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് എല്ലാം. പിന്നെ ഇവിടെ ഇഷ്ടം പോലെ ഈ ചെറിയ ചെറിയ കുട്ടികൾക്ക് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റുന്ന മാതിരത്തെ ഒരുപാട് കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ട് ഈ ഷോപ്പിൽ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഞാൻ ഈ ഷോപ്പിൽ നിന്നാണ് എൻ്റെ മക്കൾക്കുള്ള സർപ്രൈസ് ക്രിസ്മസ് ഗിഫ്റ്റൊക്കെ ഞാൻ അവർക്ക് മേടിച്ചത് ഈ ഷോപ്പിൽ നിന്നാണ്. അപ്പോൾ ഞാൻ ഈ വർഷവും അവർക്ക് എന്തെങ്കിലും മേടിക്കാനായിട്ട് പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ട് ഞാൻ പോയതാണ്. ഇത് ഞാൻ എൻ്റെ കിച്ചണിലേക്ക് നോക്കിയതായിരുന്നു. ഇത് കുറച്ച് വലുപ്പം കൂടുതലായത് കാരണം കൊണ്ട് ഞാനത് എടുത്തില്ല. കുറച്ച് വലുപ്പം കൂടുതലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ക്രിസ്മസ് തീം അല്ല ഈ പ്രാവശ്യം ഒരു സ്നോ ബേസ്ഡ് ആണ് കൂടുതലും വന്നിട്ടുണ്ടായിരുന്നത്. അത് കാരണം അവിടെ ഉണ്ടായിരുന്ന റീത്ത് കാര്യങ്ങൾ എല്ലാം ഭയങ്കര ഒരു വൈറ്റ് ആ ഒരു സ്നോൻ്റെ ഇത് വന്നിട്ടുള്ളതുണ്ടായിരുന്നു. പിന്നെ ചെറി അത് ഭയങ്കര രസമാണ് കേട്ടോ. നമ്മൾ ഇതിൽ വീഡിയോയിൽ കാണുന്നതിനേക്കഴിഞ്ഞ് നേരിട്ട് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. നിങ്ങൾ ഇവിടെ ഈ ഷോപ്പിലൊക്കെ ഒന്ന് പോയി ഒന്ന് മേടിക്കുക എന്നതിലുപരി ഇവിടെയൊക്കെ ഒന്ന് പോയി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര രസമായി ഇങ്ങനെയുള്ള ഷോപ്പുകളൊക്കെ കേട്ടോ. പിന്നെ ഒരുപാട് ട്രീ ഹാങ്ങിങ്സുകൾ എല്ലാം ഉണ്ട്. പിന്നെ ഈ ക്രിസ്മസ് ഗിഫ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ പറ്റുന്ന മാതിരത്തുള്ള ഒരുപാട് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഏഞ്ചൽസിൻ്റെ കുഞ്ഞു കുഞ്ഞു ഏഞ്ചൽസിനെ ഹാങ് ചെയ്യാൻ പറ്റുന്ന മാതിരത്തെ ഏഞ്ചൽസുകൾ കാര്യങ്ങൾ കുറേ ഐറ്റംസുകൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന മാതിരി ഞാൻ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട് ആ ഷോപ്പിലുള്ളത്. നമുക്ക് ഈ ക്രിസ്മസിൻ്റെ ഐറ്റംസുകൾ മാത്രമല്ലാതെ പ്രയർ യൂണിറ്റുകളിലേക്ക് പറ്റുന്ന ഒരുപാട് കാര്യങ്ങളും അവിടെ ഉണ്ട്. പിന്നെ ഈ ട്രീ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ആ ട്രീ മേടിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം നമ്മുടെ വീട് ഡെക്കറേറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ആ ട്രീ എവിടെയാണ് വെച്ചതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാവേ. അത് ഇവിടെ വെക്കണമെന്നൊന്നും എനിക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കത് ഇഷ്ടമായിട്ട് ഇപ്പം ഞാനത് മേടിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ അവിടെ ലെങ്ത്തിലുള്ള ഒരുപാട് ഗാർലൻസുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പൈൻ കോൺസ് ഉണ്ടല്ലോ, അതുള്ളതും ഇല്ലാത്തതും അങ്ങനെ പല ടൈപ്പിലുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ക്രിസ്മസ് പാപ്പാസൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിട്ടുള്ളതും പല സൈസിലുള്ളതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെറുത് ഉണ്ടായിരുന്നു, പിന്നെ ഒരു മീഡിയം സൈസ്, അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ സ്പേസിനനുസരിച്ചിട്ടുള്ളത്. പിന്നെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ളത് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് എങ്ങനെയുള്ളതാണ് നമുക്ക് ആവശ്യമുള്ളതെന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് മേടിക്കാം. ഈ ഷോപ്പിലൊന്ന് നിങ്ങൾ വന്ന് നോക്കണം കേട്ടോ, എങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നല്ലൊരു ഷോപ്പാണ്.
ഇതിൻ്റെ ഇപ്പുറത്തെ ഈ സെക്ഷനിൽ ഈ റെഡ് വീട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പക്ഷെ അത് വീഡിയോ എടുത്തപ്പോൾ അധികം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ഞാൻ മിസ് ചെയ്തു ഗൈസ്. എനിക്കത് പക്ഷേ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇനി എപ്പോഴെങ്കിലും ഇനി ആ വഴി പോകുമ്പം ഷോപ്പിൽ കയറിയിട്ട് അത് എടുക്കണം. പിന്നെ ഇതെല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞു കുഞ്ഞു സാധനങ്ങളായതുകൊണ്ടേ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇത് എടുത്ത് വെക്കാനും നമുക്ക് അധികം സ്പേസ് പോയില്ല. ഈ ഗോൾഡൻ ട്രീയും നല്ല ഭംഗിയുണ്ടായിരുന്നേ. അത് ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ എടുത്തിങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ചു. അതുകൊണ്ട് ഞാൻ പിന്നെ അത് വേണോ ഒന്ന് ആലോചിച്ചു. നമ്മളങ്ങനെയാണല്ലോ, ഇത് ഒരുപാട് സാധനങ്ങൾ നമ്മുടെ വീട്ടിലുള്ളപ്പോൾ നമുക്കത് സൂക്ഷിച്ച് വെക്കാനും നമുക്കത് സ്ഥലം തികയൂല. അപ്പോൾ ഞാനത് അവിടെ തന്നെ പിന്നെയും തിരിച്ചു വെച്ചു, പിന്നെയും എടുക്കണമെന്ന് ചോദിച്ചു. മഗ്സിൻ്റെ കളക്ഷൻ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. മഗ് നല്ല കളക്ഷൻ ഉണ്ട് ഈ ഷോപ്പിൽ. മഗ്ഗിൻ്റെ നല്ല കളക്ഷൻസ് ഉണ്ട്. നമുക്ക് കിച്ചണിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ക്രിസ്മസിൻ്റെ ടൈമിൽ നല്ലതാണ് മഗ്സിൻ്റെ കളക്ഷൻസൊക്കെ. പിന്നെ ഈ വീടുകളുടെ ഉള്ളിലൊക്കെ നമുക്ക് ലൈറ്റ്സിൻ്റെ ഇതും കൂടിയുണ്ട്. പിന്നെ ലൈറ്റ്സിൻ്റെ ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എന്താണ് പറയുക, ബാറ്ററി ഉള്ള കാൻഡിൽസിൻ്റെ ഇത് കത്തിച്ച് വെച്ചാലും നല്ല ഭംഗിയാണ്. ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഷോ പീസായിട്ട് വെക്കാനായിട്ട് നല്ലതാണ്. പിന്നെ എൻ്റെ അടുത്ത് ചില ആൾക്കാർ കമൻറ്റിൽ ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെ പ്രൈസൊക്കെ ഒന്ന് പറയുമോ എന്ന് ചില വീഡിയോകളിൽ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ മേടിക്കുന്ന സാധനങ്ങളുടെ പ്രൈസ് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. പിന്നെ ഞാൻ അങ്ങനെ ഓരോ ഷോപ്പിൽ ചെല്ലുമ്പോഴും അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും ഞാൻ മേടിക്കാറില്ല. വളരെ കുറവ് ഐറ്റംസുകൾ മാത്രമേ ഞാൻ മേടിക്കാറുള്ളൂ. ഇതിപ്പോൾ എല്ലാ വർഷവും പല പല ഷോപ്പിലും ഞാൻ പോകുന്നതാണ്. ഇത് എനിക്കിഷ്ടമുള്ളത് കൊണ്ടാണ് ഈ ഷോപ്പുകളിലെല്ലാം ഞാനിങ്ങനെ പോകുന്നതും ഇതൊക്കെ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം എല്ലാ വർഷവും പോകുന്നതാണ്. അപ്പം ഞാൻ എടുക്കും, എന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ മേടിക്കുന്നത്. ഞാൻ ആ ട്രീ മേടിച്ചിട്ടുണ്ടായിരുന്നേ, അതിനൊരു 2000 സംതിങ് ആയിരുന്നു. എന്നോട് ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. 2000 സംതിങ് എന്തോ ആയിരുന്നു അതിൻ്റെ വില. പിന്നെ എൻ്റെ ഫ്രണ്ടായിരുന്നു കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഡെക്കറേഷൻ സാധനങ്ങൾ എന്തൊക്കെയോ മേടിച്ചിട്ടുണ്ടായിരുന്നു അവൾ. പിന്നെ മഗ്സ് അങ്ങനെയുള്ളതിനൊക്കെ ഒരു 300, 200 സംതിങ്, 500 സംതിങ് അങ്ങനത്തെയൊക്കെ റേഞ്ചുകളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഷോപ്പിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ രണ്ടാമത്തെ ഷോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളെല്ലാം നമ്മൾ എടുത്തു. ഹലോ ഡാർലിംഗ്, എങ്ങോട്ടാണ് എന്നെയും കൊണ്ട് നടക്കുന്നത്? അഴിച്ചുവിട്ട കോഴികളെ പോലെ ഇങ്ങനെ ഇറങ്ങി നടക്കുക. ആ അതെ, എവിടെയാ എനിക്കറിയാൻ മേല, എന്നെയും കൊണ്ട് ഇറങ്ങിയതാ. പിന്നെ അങ്ങനെ നമ്മൾ അടുത്ത സ്റ്റോർ കണ്ടുപിടിച്ചു കേട്ടോ. ഇതിന്റെ ഇതല്ലേ ഡോറ്. നമ്മൾ അടുത്ത സ്റ്റോർ കണ്ടുപിടിച്ച് നമ്മൾ അതിലേക്ക് കയറാൻ പോവാണ്. ഇതൊരു ഇവന്റ് സ്റ്റോർ ആണ്. നമുക്ക് നോക്കാം ഇതിനകത്ത് എന്തൊക്കെയാ ഉള്ളതെന്നുള്ളത്. കഴിഞ്ഞ വർഷം ഈ സ്റ്റോറ് മിസ്സായെന്നും പറഞ്ഞ് ശില്പയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് ഇവിടുത്തെ കളക്ഷൻസ് കാണാൻ പറ്റിയില്ല, ഞാനത് മിസ് ചെയ്തു ഡീനി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ വന്നത് കുറച്ച് നേരത്തെ ആയിപ്പോയി ഗൈസ്. അവിടെ കളക്ഷൻസ് എല്ലാം വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഉള്ളതെല്ലാം വെച്ച് ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷേ അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. ട്രീയിലിടേണ്ട അത്യാവശ്യം ഡെക്കറേഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളതെല്ലാം അവരോട് ചോദിച്ചു, ഞങ്ങളിതെല്ലാം ഒന്ന് ഷൂട്ട് ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ട് അത്യാവശ്യം എടുത്തു. ഇതിലെല്ലാം പരതി നടപ്പുണ്ടായിരുന്നു ശില്പ. എന്നിട്ട് എന്തൊക്കെയോ മേടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം ഷൂട്ട് ചെയ്ത് പയ്യെ അവരോട് ചോദിച്ചു. പക്ഷേ ഇതൊരു ഇവൻറ്റ് സ്റ്റോർ ആയതുകൊണ്ട് തന്നെ വേറെ ഒരുപാട് ഫങ്ഷൻസിനൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. റിബൺസൊക്കെ നല്ലതുണ്ടായിരുന്നു, റീത്ത് ഉണ്ടായിരുന്നു. ഒരു എനിക്ക് തോന്നുന്നു റിബണിൻ്റെ ഒരു റീത്ത് ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഞാനതിൻ്റെ ക്ലോസ് എടുത്തിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടോ എന്ന് തോന്നുന്നേ.
അത് തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇവിടെ ഇങ്ങനെ ബൾക്കായിട്ടും ഉണ്ടായിരുന്നു കേട്ടോ ട്രീ ഹാങ്ങിങ്സൊക്കെ. നമുക്കിത് ഒരെണ്ണം മേടിച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു ട്രീയിലേക്ക് ഫുള്ള് നമുക്ക് ഇടാൻ പറ്റുന്ന അത്രയായിട്ട് പേസ്റ്റൽ കളേഴ്സിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ റീത്തിൻ്റെ സെക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റിയുള്ള ടൈപ്പ് ഒരു ഇതായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങളും ആ ഷോപ്പിലുണ്ടായിരുന്നു. തെർമോക്കോളിൻ്റെ ബോളുകൾ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് ചെറിയ നമുക്കധികം പ്രൈസ് വരില്ല, പക്ഷെ നമുക്കൊരു 1-2 വർഷമൊക്കെ നമുക്ക് കണ്ടിന്യൂസ് യൂസ് ചെയ്യാൻ പറ്റുന്ന മാതിരത്തെയൊക്കെ സാധനങ്ങൾ. ഇവിടെയും കൂടുതലും സ്നോ ബേസ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ കണ്ടത് കേട്ടോ. പിന്നെ റിബൺസിൻ്റെ നല്ലൊരു കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, റിബണിൻ്റെ നല്ലൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള പാർട്ടികൾക്ക് നമുക്ക് യൂസ് ചെയ്യാനും ഡെക്കറേറ്റ് ചെയ്യാനും പറ്റുന്ന സാധനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഷോപ്പിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ ക്രിസ്മസിനെ ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായതുകൊണ്ട് ബാക്കിയുള്ള ഐറ്റംസുകളൊന്നും ഞാൻ ഒരുപാട് വീഡിയോ എടുത്തില്ല. എനിക്ക് തോന്നുന്നു ഒരു ഹാർഡ്ലി ഞങ്ങളൊരു 20-25 മിനിറ്റ്സ് ആ ഷോപ്പിൽ സ്പെൻഡ് ചെയ്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അധികം താമസിക്കാണ്ട് ഇറങ്ങി. ഞങ്ങളിങ്ങനെ കാണുന്ന കടയിലൊക്കെ ചുമ്മാ ഒന്ന് കയറി നോക്കാം എന്നുള്ള ലെവലിൽ ഇറങ്ങിയതാണ്. അപ്പം ഞങ്ങൾ ആ കടയിൽ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോയൊക്കെ പിടിച്ച് ഇനിയിപ്പം ഒന്ന് മേത്തർ ബസാർ വരെ ഒന്ന് പോകാമെന്ന് വിചാരിക്കുകയാണ്. അവിടെ ക്രിസ്മസിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഈ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേനും വന്നിട്ടുണ്ടായിരിക്കും. ഡിസംബറൊക്കെ ആകുമ്പോഴത്തേനായിരിക്കും കൂടുതൽ കളക്ഷൻസ് വന്നിട്ടുണ്ടാവുക. ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇപ്പം ഞങ്ങൾ MG റോഡിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് അധികം ദൂരമില്ല. അപ്പം ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ വെച്ച് കാണാം. ഞങ്ങളൊരു ഈവനിങ് ടൈമിലാട്ടോ മേത്തർ ബസാറിൽ എത്തിയത്. ഞാൻ ഒരു ക്രിസ്മസിൻ്റെ അങ്ങനെ എല്ലാ വർഷമൊന്നും അവിടെ പോകാറില്ല. നമ്മൾ ഇടയ്ക്ക് വല്ലപ്പോഴും എൻ്റെ കയ്യിൽ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അധികം അങ്ങനെ അങ്ങോട്ട് ഇറങ്ങാറില്ല. പക്ഷേ ഇതിലെൻ്റെ ഒരു കമൻറ്റിൽ എനിക്കൊരാൾ അയച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ വീഡിയോ ഒന്ന് ചെയ്യാവോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വർഷം ഒന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. പക്ഷെ ഞാൻ പോകാറുണ്ട്. എനിക്ക് എൻ്റെ ക്രാഫ്റ്റിൻ്റെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഞാൻ മേത്തർ ബസാറിൽ പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടെയുള്ള ഷോപ്പുകളും മറ്റുള്ള കാര്യങ്ങളും അറിയാം. പിന്നെ ക്രിസ്മസിൻ്റെ ടൈമിൽ ഞാൻ മുമ്പ് പോയിട്ടുമുണ്ട്. അപ്പം ഇത് കണ്ടോ, ഇത് നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യുന്നവർക്ക് ഓരോ ഷോ പീസുകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ടേബിളിൻ്റെ പുറത്തേക്കുള്ള ഡെക്കറേറ്റീവ് ഇതുകൾ, ടേബിൾ ഡെക്കറേഷൻസും റീത്സും എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് നമുക്ക് കിട്ടും. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങനെ ചെയ്യാം. ഞാൻ അങ്ങനെ ചെയ്തെടുക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെയുള്ള സെപ്പറേറ്റ് സാധനങ്ങൾ ഞാൻ മേടിക്കാറുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ഓൺലൈനിലാണ് മേടിക്കാറ് ഈ സാധനങ്ങൾ മുഴുവനും. അപ്പം ഇതെല്ലാം ഞാൻ അവിടെ ആ ഭാഗങ്ങളിലെല്ലാം പോയിട്ട് പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഈ ഭാഗത്താണ് പോയിട്ട് സ്റ്റിച്ചിങ്ങിൻ്റെ ത്രെഡ് കാര്യങ്ങളെല്ലാം ഷോപ്പ് ചെയ്യുന്നതൊക്കെ ഈ മേത്തർ ബസാറിൽ നിന്നൊക്കെ ഞാൻ ഷോപ്പ് ചെയ്യാറുണ്ട്. സിബ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിക്കാനൊക്കെ പോകാറുണ്ട്. അപ്പോൾ എനിക്ക് ആ ഭാഗങ്ങളൊക്കെ കുറച്ച് പരിചയമുള്ളത് കൊണ്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി അതിൽ പോയി. പിന്നെ ഇതുപോലെ ഒരുപാട് ട്രീയും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. കുറേ ഷോപ്പുകളെല്ലാം അവർ ഓപ്പൺ ആക്കി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈവനിങ് ആ ഒരു ടൈം പോയതുകൊണ്ട് ലൈറ്റ് എങ്ങനെ കാണുന്നുണ്ടെന്ന് അറിഞ്ഞൂടെ, ലൈറ്റ് എല്ലാം അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം ഇങ്ങനെ ആ ഒരു ലൈറ്റ് ഇങ്ങനെ ഇരുട്ടത്ത് കാണുന്ന ആ ഒരു ഭംഗിയുണ്ടല്ലോ, അതങ്ങ് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ബണ്ടിൽ കണക്കിനാട്ടോ സാധനങ്ങൾ ഇരുന്നിരുന്നത്. നല്ല അത്യാവശ്യം നമുക്ക് ക്വാളിറ്റിയുള്ള സാധനങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ തിരഞ്ഞ് പിടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടും. അത്ര മോശമുള്ളതൊന്നുമല്ല. പ്രൈസിൻ്റെ കാര്യത്തിൽ നല്ല വ്യത്യാസമുണ്ട്. ഈ പറഞ്ഞ പോലെ നമുക്ക് അത്യാവശ്യം നല്ല പ്രൈസ് ചില സാധനങ്ങൾ നമുക്ക് നല്ല പ്രൈസ് ഉണ്ടാവും, ചില സാധനങ്ങൾ പ്രൈസ് കുറവായിരിക്കും കിട്ടുന്നത്. ക്വാളിറ്റി നമ്മൾ നോക്കിയെടുക്കുന്നത് പോലെ ഇരിക്കും. ഇത് കണ്ടത് നല്ല ഭംഗിയുണ്ടല്ലേ, എന്ത് നല്ല. നമ്മൾ വിചാരിക്കും പുറത്തൊക്കെയല്ലേ ഇങ്ങനത്തെ സാധനങ്ങൾ നല്ലത് കിട്ടുകയെന്ന്. നല്ല പേസ്റ്റൽ ഷെയ്ഡ്സിലുള്ള നല്ല ഇതുകളെല്ലാം ഡെക്കറേറ്റീവ് സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ.
കുറേ ഷോപ്പുകളിൽ കയറി ഇറങ്ങി. എനിക്ക് എന്തുമാത്രം വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത്യാവശ്യം ഞങ്ങൾ ചെന്ന് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ കുറേ നേരം ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ച് എൻ്റെ കയ്യുമൊക്കെ വേദന എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ മേടിച്ച സാധനം എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നല്ലോ. ഇതെല്ലാം പിടിച്ച് കയ്യും വേദന എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാനിത് മാക്സിമം ഞാനിത് എടുക്കാനും കവർ ചെയ്യാനും നോക്കുന്നുണ്ടായിരുന്നേ. ഇത് നേറ്റിവിറ്റി സെറ്റാണ്. അത്യാവശ്യം നമുക്കിതൊരു റീസണബിൾ റേറ്റിൽ വരുന്ന നേറ്റിവിറ്റി സെറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ എന്താണ് പറയുക, സ്റ്റാർസിൻ്റെ നല്ല ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് 2 സ്റ്റാർ മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ സ്റ്റാർസിൻ്റെ. എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ എടുത്ത സ്റ്റാറിന് ഏകദേശം ഒരു 300-350 ആ ഒരു റേറ്റൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. വൈറ്റിൽ ഗോൾഡൻ. ഞാനത് വീട്ടിലിടുമ്പോൾ ഞാൻ ഒന്നെങ്കിൽ ഞാൻ ഇൻസ്റ്റയിൽ ഞാൻ പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ അത് കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ ഉള്ളിലോട്ടങ്ങ് കയറി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഷോപ്പുകളുണ്ട് കേട്ടോ. നിങ്ങൾ പോയിട്ടൊന്ന് നോക്ക്. ഇറങ്ങാൻ പറ്റുന്നവരാണെങ്കിൽ ഇറങ്ങി ഒന്ന് കളക്ഷൻസ് ഡിസംബറൊക്കെ ആകുമ്പോഴത്തേനും കുറേ കളക്ഷൻസ് വരും. ഇറങ്ങി നോക്കൂ. റീസണബിൾ റേറ്റ്സേ ഉള്ളൂ മേത്തർ ബസാറിലൊക്കെ. ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. പിന്നെ അത്യാവശ്യം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഒരു ക്രിയേറ്റീവ് മൈൻഡൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇൻഡിവിജ്വലായിട്ട് ഓരോരോ സാധനങ്ങളൊക്കെ മേടിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഈ ഹാങ് ചെയ്ത് കിടക്കുന്ന സാധനവും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, എൻ്റെ ഒരു ടേബിളിൻ്റെ പുറത്തോട്ട് വേണ്ടിയിട്ട്. ഇതിന് ഏകദേശം ഒരു 300 സംതിങ് ആണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെ ഹാങ് ചെയ്തിടുന്ന മാതിരിയുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ട്. ലൈറ്റ്സ്, വൈറ്റ് ലൈറ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനും ഏകദേശം 300 സംതിങ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ പ്രൈസ് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം അറിയാമല്ലോ അവിടുത്തെ ആ ഒരു വിലയും കാര്യങ്ങളൊക്കെ ഏകദേശം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. ആ ഒരു റേറ്റിലൊക്കെയാണ് ഐറ്റംസ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഞാനൊരു കുറച്ച് സാധനങ്ങളൊക്കെയാണ് മേടിച്ചുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ നിങ്ങൾ പോയി കണ്ടിട്ട് വാ എന്തൊക്കെയാണെന്ന്. കണ്ടോ, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല നല്ല സാധനങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോക്കിയെടുക്കുന്നത് പോലെ ഇരിക്കും. അതല്ല, ഏത് ഷോപ്പിൽ ചെന്നാലും നമ്മളെങ്ങനെയാണ് നമ്മൾ സാധനങ്ങൾ നോക്കിയെടുക്കുന്നത് അതുപോലെ ഇരിക്കും. മേത്തർ ബസാറിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. പിന്നെ ക്ഷീണമൊക്കെ മാറാൻ വേണ്ടി ഒരു കോഫിയൊക്കെ കയറി കുടിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ ഒരു ഊബറൊക്കെ ബുക്ക് ചെയ്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വണ്ടി പിടിച്ചു. അപ്പോൾ പർച്ചേസിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. ഇനിയിപ്പോൾ മേടിച്ച സാധനങ്ങളെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. മേത്തർ ബസാറിൽ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഞാൻ പോയ ഷോപ്പിലാണെങ്കിലും ഒക്കെ നിങ്ങൾ കണ്ടല്ലോ, ഇഷ്ടം പോലെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കുക. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം മേടിക്കുക. ക്രിസ്മസിന് വീടെല്ലാം നന്നായിട്ട് അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യുക. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.